ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് കുറേ പറഞ്ഞു. എന്താണ് ഭരണഘടനാ ഭേദഗതി, എവിടെ നിന്നാണ് അത് കടമെടുത്തത്, ഏത് ഭാഗത്താണ്, ഏത് ആർട്ടിക്കിളാണ്, എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം എല്ലാം പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി ഭരണഘടനാ ഭേദഗതികൾക്കും അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് നമ്മൾ തരുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി കൂടി നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം 29ാം ഭേദഗതി നിയമം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 31ാം ഭേദഗതി നോക്കാം. 31ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 31ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നത് 1973 ലോകസഭയുടെ അംഗസംഖ്യ 525 നിന്ന് 545 ഉയർത്തിയതാണ് ഈ 31ാം ഭേദഗതി നിയമം എന്ന് പറയുന്നത്. 31ാം ഭേദഗതി നിയമം എന്ന് പറയുന്നത് ലോകസഭയുടെ അംഗസംഖ്യ 525 നിന്ന് 545 ഉയർത്തിയതാണ്. ഇനി 33ാം ഭേദഗതി എന്നാണ്? 1974 33ാം ഭേദഗതി. MP, MLA എന്നിവരെ സമ്മർദ്ദത്തിന് വിധേയരായി രാജിവെക്കുന്നത് തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതാണ് 33ാം ഭേദഗതി പറയുന്നത്. ഇനി 35ാം ഭേദഗതി എന്താ പറയുന്നത്? സിക്കിമിന് അസോസിയേറ്റ് സംസ്ഥാനം എന്ന പദവി നൽകിയതാണ് 1974 35ാം ഭേദഗതി നിയമം പറയുന്നത്. നമ്മൾ പറഞ്ഞു 35ാം ഭേദഗതി നിയമം സിക്കിമിന് അസോസിയേറ്റ് സംസ്ഥാനം എന്ന പദവി നൽകി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 36ാം ഭേദഗതി എന്താണ്? മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. 1974 35ാം ഭേദഗതി സിക്കിമിന് അസോസിയേറ്റ് സംസ്ഥാനം എന്ന പദവിയാണ് നൽകിയത്. 36ാം ഭേദഗതി നിയമം 1975 36ാം ഭേദഗതി നിയമമാണ് അസോസിയേറ്റ് സ്റ്റേറ്റ് ആയിരുന്ന സിക്കിമിന് സംസ്ഥാന പദവി നൽകിയത്. മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സംസ്ഥാന പദവി നൽകിയത് 36ാം ഭേദഗതി നിയമമാണ് 1975. അത് തന്നെയാണ് 10ാം ഷെഡ്യൂൾ ഒഴിവാക്കിയതും അത് തന്നെയാണ്. അടുത്തത് എന്താണ്? 38ാം ഭേദഗതി. 38ാം ഭേദഗതി നിയമം എപ്പോഴാണ് വന്നത്? 1975 രാഷ്ട്രപതിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ന്യായീകരിക്കാനാകാത്തതാക്കിയതാണ് 38ാം ഭേദഗതി എന്ന് പറയുന്നത്. വ്യത്യസ്ത കാരണങ്ങളാൽ ഒരേ സമയം ഒന്നിലധികം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനങ്ങൾ നടത്താൻ രാഷ്ട്രപതിയെ അധികാരപ്പെടുത്തിയതാണ് 38ാം ഭേദഗതി നിയമം എന്ന് പറയുന്നത്. വ്യത്യസ്ത കാരണങ്ങളാൽ ഒരേ സമയം ഒന്നിലധികം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനങ്ങൾ നടത്താൻ രാഷ്ട്രപതിയെ അധികാരപ്പെടുത്തിയതാണ് എത്രാം ഭേദഗതി എന്ന് പറയുന്നത്? 38ാം ഭേദഗതി എന്ന് പറയുന്നത്. ഇനി 39ാം ഭേദഗതി എന്താ പറയുന്നത്? 1975 39ാം ഭേദഗതി പറയുന്നത് ഈ രാജ് നരേന്റെ ഹർജിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയ അലഹാബാദ് ഹൈക്കോടതി വിധിക്ക് മറുപടിയായിട്ടാണ് ഈ ഭേദഗതി നടപ്പിലാക്കിയത് തന്നെ. ഏത്? 39ാം ഭേദഗതി എന്ന് പറയുന്നത് 1975 39ാം ഭേദഗതി എന്ന് പറയുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നീതിന്യായ വിഭാഗത്തിന്റെ അധികാര പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് ഈ ഭേദഗതി എന്ന് പറയുന്നത്. അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, രാജ് നാരായണന്റെ ഹർജിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയത്. ഏത് കോടതിയെ അസാധുവാക്കിയത്? അലഹാബാദ് ഹൈക്കോടതി വിധിയാണ് അത് അസാധുവാക്കിയത്. ഇതിന് മറുപടി എന്നോണമാണ് 39ാം ഭേദഗതി വന്നത്. 1975 39ാം ഭേദഗതി വന്നത്. എന്താണ് അതിൽ പറയുന്നത് പറഞ്ഞാൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നീതിന്യായ വിഭാഗത്തിന്റെ അധികാര പരിധിയിൽ നിന്ന് ഒഴിവാക്കി എന്നതാണ്. നമുക്ക് വായിക്കുമ്പോഴേ അറിയുന്നുണ്ട്, അവരുടെ അധികാരങ്ങൾ ഇവരിൽ നിന്ന് മാറ്റി. ഈ അധികാരങ്ങളിൽ അവർക്ക് അധികാരമില്ല. ഇവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കിയ ആ വിധിക്കെതിരെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് കൊണ്ടുവന്നു? ഇനി അവർക്ക് കോടതികൾക്ക് ഈ അധികാരത്തിന്റെ ഇടയിൽ കയറാൻ കഴിയില്ല. അവരുടെ അധികാര പരിധിയിൽ നിന്ന് ഇവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നീതിന്യായ വിഭാഗത്തിന്റെ അധികാര പരിധിയിൽ നിന്ന് മാറ്റുകയുണ്ടായി. ഈ പാർലമെന്റ് നിശ്ചയിക്കുന്ന അധികാര പ്രകാരമാണ് അവ തീരുമാനിക്കേണ്ടത് എന്നാക്കി. അതുപോലെ 9ാം ഷെഡ്യൂളിൽ ചില കേന്ദ്ര നിയമങ്ങൾ ഉൾപ്പെടുത്തിയതും ഈ 39ാം
ഭേദഗതി പ്രകാരമാണ്. അടുത്തതാണ് 41 ഭേദഗതി നിയമം എന്ന് പറയുന്നത്. 41 ഭേദഗതി നിയമം എപ്പോഴാണ് വന്നത്? 1976 41 ഭേദഗതി നിയമം വന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെയും അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 മാറ്റിയതാണ് 41 ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അപ്പൊ 41 ഭേദഗതി നിയമം എന്താണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെയും അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ആക്കി. അപ്പൊ ഈ ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ആക്കിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? അത് 15 ഭേദഗതി. 1963 15 ഭേദഗതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ആക്കിയത്. ഈ PSCയുടെയും ജോയിന്റ് PSCയുടെയും സ്റ്റേറ്റ് PSCയുടെയും ജോയിന്റ് PSCയുടെയും അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ആക്കിയത് ഏതാണ്? 41 ഭേദഗതി നിയമപ്രകാരമാണ്. അടുത്തത് 42 ഭേദഗതി. നമുക്കറിയാലേ വളരെ ഇമ്പോർട്ടന്റ് ആയ ഭേദഗതിയാണ് 42 ഭേദഗതി എന്ന് പറയുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ 42 ഭേദഗതി. 1976 42 ഭേദഗതി നിലവിൽ വരുന്നത്. 42 ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് ചേർത്തത്. ഇതിലാണ് പൗരന്മാരുടെ അടിസ്ഥാന കടമകൾ ചേർത്തത്. നമ്മുടെ കടമകൾ നമ്മൾ സ്വയം ചെയ്യണം, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. സ്വരൺ സിംഗ് സ്വയം ചെയ്യണം എന്ന രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖത്തില് ഭേദഗതി വരുത്തിയത് ഏതിലാണ്? ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42 ഭേദഗതിയിലാണ് 1976. അതിൽ എന്തൊക്കെയാണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകളാണ്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ് മതേതരത്വം, അഖണ്ഡത. മലയാളത്തിൽ ചോദിച്ചാൽ ഇംഗ്ലീഷ് ചോദിച്ചാൽ അറിയണം, അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ഏതിൽ? ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പൗരന്മാരുടെ അടിസ്ഥാന കടമകൾ ചേർത്തു. പുതിയ ഭാഗം ഏതായിരുന്നു? 4A ആണ്. അനുച്ഛേദം 51A ആണ്. മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതാണ്. അതുപോലെ തന്നെ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു എന്ന് നമ്മൾ പറഞ്ഞു. 4Aയിലാണ് 51A ആർട്ടിക്കിൾ 51A എന്നിവയും കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A കൂട്ടിച്ചേർത്തു. അതുപോലെ മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തതും 42 ഭേദഗതിയിലൂടെയാണ്. ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തിയതും ഇതേ 42 ഭേദഗതിയിലൂടെയാണ്. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും എവിടേക്ക് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതും ഈ 42 ഭേദഗതിയിലൂടെയാണ്. അപ്പൊ ഏതൊക്കെയാണ് 5 എണ്ണം? വിദ്യാഭ്യാസം, വനം, വനമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, തൂക്കവും അളവും, നീതി നിർവഹണം. ഇവയാണ് ഈ 5 വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഏതൊക്കെയാണ്? ഒന്നുകൂടെ നോക്കിക്കോളും. വിദ്യാഭ്യാസം, വനം, വനമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, തൂക്കവും അളവും, നീതി നിർവഹണം എന്നിങ്ങനെ 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്തു. അതുപോലെ നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയെ ക്യാബിനറ്റിന്റെ ഉപദേശം അനുസരിക്കാൻ ബാധ്യതപ്പെടുത്തി എന്ന് പറഞ്ഞു. 2001 വരെ 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ലോകസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും സീറ്റുകൾ മരവിപ്പിച്ചു. അതുപോലെ ഭരണഘടനാ ഭേദഗതി ജുഡീഷ്യൽ പരിശോധനയ്ക്ക് അതീതമാക്കി. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജുഡീഷ്യൽ അവലോകനത്തിന്റെ റിട്ട് അധികാര പരിധിയുടെയും സാധ്യത വെട്ടിക്കുറച്ചു. ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി. അപ്പോൾ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തിയതും 42 ഭേദഗതിയിലൂടെയാണ്. അതുപോലെ
മൂന്ന് പുതിയ നിർദ്ദേശക തത്വങ്ങൾ ചേർത്തു. എന്തൊക്കെയാണ്? തുല്യനീതിയും സൗജന്യ നിയമസഹായവും, വ്യവസായങ്ങളുടെ നടത്തിപ്പിലെ തൊഴിലാളികളുടെ പങ്കാളിത്തം, പരിസ്ഥിതി, വനം, വന്യജീവി എന്നിവയുടെ സംരക്ഷണം എന്നിവ. അപ്പൊ ഏതൊക്കെയാണ് പുതിയ 3 നിർദ്ദേശക തത്വങ്ങൾ? തുല്യനീതിയും സൗജന്യ നിയമസഹായവും, വ്യവസായങ്ങളുടെ നടത്തിപ്പിലെ തൊഴിലാളികളുടെ പങ്കാളിത്തം, പരിസ്ഥിതി, വനം, വന്യജീവി എന്നിവയുടെ സംരക്ഷണം എന്നിവ. അതുപോലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ നേരിടാനുള്ള നിയമനിർമ്മാണത്തിന് പാർലമെന്റിന് അധികാരം നൽകുകയും അത്തരം നിയമങ്ങൾക്ക് മൗലികാവകാശങ്ങളെക്കാൾ മുൻഗണന നൽകുകയും ചെയ്തതും 42ാം ഭേദഗതിയിലൂടെയാണ്. ക്രമസമാധാനത്തിന്റെ ഗുരുതരമായ സാഹചര്യം നേരിടാൻ ഏത് സംസ്ഥാനത്തെയും സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകിയതും ഏതിലൂടെയാണ്? 42ാം ഭേദഗതിയിലൂടെയാണ്. 42ാം ഭേദഗതി എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഒരു ഭേദഗതിയാണ്. അത്യാവശ്യം എന്നല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത് ഇമ്പോർട്ടന്റ് ആയി നോക്കണം. അതിൽ കുറേ കാര്യങ്ങൾ വീണ്ടും ഞാൻ പറയുന്നുണ്ട്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിലാണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ ഏത് ലിസ്റ്റിലേക്ക് മാറ്റി, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ 3 പുതിയ നിർദ്ദേശക തത്വങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. സോറൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മൗലിക കടമകൾ കൊണ്ടുവന്നു. ആമുഖത്തിൽ പുതിയ വാക്കുകളായ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നിവ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയും. രാഷ്ട്രപതി എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. അതുപോലെ അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസിന്റെ രൂപീകരണത്തിന് വ്യവസ്ഥ ചെയ്തതും ഈ 42ാം ഭേദഗതി തന്നെയാണ്. ഓക്കെ, അടുത്ത നമുക്കിനി 43ാം ഭേദഗതി നോക്കാം. അതെന്താ പറയുന്നതെന്നാൽ ജുഡീഷ്യൽ റിവ്യൂ റിട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാര പരിധി പുനഃസ്ഥാപിച്ചതാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ അധികാര പരിധി വെച്ചു എന്ന് പറഞ്ഞു. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിൽ 42ാം ഭേദഗതി മുഖേന എങ്ങനെയായിരുന്നു? സുപ്രീം കോടതി, ഹൈക്കോടതിയും ജുഡീഷ്യൽ അവലോകനത്തിന്റെ റിട്ട് അധികാര പരിധിയുടെയും സാധ്യത വെട്ടിക്കുറച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് എന്ത് ചെയ്തു? 43ാം ഭേദഗതിയിലൂടെ വീണ്ടും അത് പുനഃസ്ഥാപിച്ചു കൊടുത്തു. അതുപോലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ നേരിടാൻ നിയമങ്ങൾ ഉണ്ടാക്കുവാനുള്ള പാർലമെന്റിന്റെ പ്രത്യേക അധികാരങ്ങൾ ഇല്ലാതാക്കി. ഇനി അത് എന്താണെന്ന് പറഞ്ഞാൽ 42ാം ഭേദഗതിയിലൂടെ ഏതൊക്കെയാണ് നെഗറ്റീവായി വന്നിട്ട് ഭവിക്കും എന്ന് തോന്നിയിട്ടുള്ളതെങ്കിൽ അതെല്ലാം തന്നെ മാറ്റി സ്ഥാപിക്കുകയാണ് 43ാം ഭേദഗതിയിലൂടെ ചെയ്തത്. അടുത്തത് 44ാം ഭേദഗതി എന്താണ്? നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 44ാം ഭേദഗതിയിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നത് സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റി എന്നതാണ് അല്ലെ. അതൊരു നിയമാവകാശമാക്കി മാത്രം മാറ്റിയത് ഏതാണ്? 44ാം പട്ടികയാണെന്ന് നമുക്കറിയാം. 44ാം ഭേദഗതിയാണെന്ന് അറിയാം. അത് 1978 ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര ലഹള എന്നത് മാറ്റി പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തതും 44ാം ഭേദഗതിയാണ്. അപ്പൊ സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ഏതിലാണെന്ന് ചോദിച്ചാൽ 44ാം ഭേദഗതിയാണ്. ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്തതും ഇതേ 44ാം ഭേദഗതിയിലൂടെയാണ്. അതുപോലെ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തതും ഇതേ 44ാം ഭേദഗതി കാലത്താണ്. ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് 44ാം ഭേദഗതി പാസ്സായത്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ സമയത്ത് കൊണ്ടുവന്ന പല നിയമങ്ങളെയും മാറ്റുക എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ജനതാ ഗവൺമെന്റ് 44ാം ഭേദഗതി കൊണ്ടുവന്നത്. അതുപ്രകാരമാണ് ഈ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തത്. അതുപോലെ ആഭ്യന്തര കലഹം എന്നത് മാറ്റി സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് 44ാം ഭേദഗതിയിലൂടെയാണ്. അടുത്ത ഏതാണ്? 52ാം ഭേദഗതി. 52ാം ഭേദഗതി ഏതാണ്? കൂറുമാറ്റ നിരോധനമാണ് അല്ലെ. 52ാം ഭേദഗതി 1985 അതാണ് കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റത്തിന്റെ പേരിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭയിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന 10ാം ഷെഡ്യൂൾ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തതാണ് ഈ 52ാം ഭേദഗതി എന്ന് പറയുന്നത്. അടുത്തത് 61ാം ഭേദഗതി നിയമം. 61ാം ഭേദഗതി നിയമം എന്താ പറയുന്നത്?
1989 61 ഭേദഗതി നിയമം. ലോക്സഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചു. അപ്പൊ വോട്ടിംഗ് പ്രായം കുറച്ചത് ഏത് ഭേദഗതിയാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? 61 ഭേദഗതി. 1989 18 ആക്കി, 21 നിന്ന് 18 ആക്കിയത് 61 ഭേദഗതി നിയമപ്രകാരമാണ്. അടുത്തത് ഏതാണ്? 65 ഭേദഗതി നിയമം. 65 ഭേദഗതി നിയമം എന്താ പറയുന്നത്? പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് 63 ഭേദഗതി നിയമം വരുന്നത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1992 നിലവിൽ വന്നു. ഈ ഭേദഗതി അനുസരിച്ചിട്ട് 1992 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നു. അടുത്തതാണ് 69 ഭേദഗതി. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയത്. ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയത് ഏതിലുമായി ബന്ധപ്പെട്ടിട്ടാണ്? 69 ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ ഡൽഹിക്ക് 70 അംഗ നിയമസഭയും 7 അംഗ മന്ത്രിസഭയും രൂപീകരിക്കാനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുകയുണ്ടായി. പിന്നെ അടുത്തതാണ് 71 ഭേദഗതി എന്ന് പറയുന്നത്. കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. നമ്മൾ പറഞ്ഞു 8ാം പട്ടികയിൽ 15ാമത് ഭാഷയായിട്ട് സിന്ധി ഉൾപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏത് ഭേദഗതിയാണ്? 21 ഭേദഗതിയിലെ 8ാം പട്ടികയിൽ 15ാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇത് 71 ഭേദഗതി. 1992 71 ഭേദഗതിയിലൂടെ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ കൂടി 8ാം പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയുണ്ടായി. അടുത്തതാണ് 73 ഭേദഗതി. ഇമ്പോർട്ടന്റ് ആയ ഭേദഗതിയാണ്. നമുക്കറിയാം 73 ഭേദഗതി എന്നാണ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവിയും സംരക്ഷണവും അനുവദിച്ചു. പഞ്ചായത്ത് രാജ് ആക്ട് നിയമം എന്നറിയപ്പെടുന്നു. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകി. 11ാം പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. ഭാഗം ഏതാണ്? 9 കൂട്ടിച്ചേർത്തു. അടുത്തതാണ് 74 ഭേദഗതി. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവിയും സംരക്ഷണവും നൽകിയതാണ് 74 ഭേദഗതി. 74 ഭേദഗതി. 73 ഭേദഗതി പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവിയും സംരക്ഷണവും അനുവദിച്ചു. 74 ഭേദഗതി 1992 തന്നെയാണ് രണ്ടും വന്നിട്ടുള്ളത്. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവിയും സംരക്ഷണവും നൽകിയതാണിത്. ഈ ആവശ്യത്തിനായി ഭരണഘടനയിൽ മുനിസിപ്പാലിറ്റികൾ എന്ന പേരിൽ ഒരു പുതിയ ഭാഗം 9A മുനിസിപ്പാലിറ്റികളുടെ 18 ചുമതലകൾ അടങ്ങുന്ന പുതിയ 12ാം ഷെഡ്യൂളും കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. അടുത്തതാണ് നമ്മൾ പറഞ്ഞു 74 ഭേദഗതി. നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് നിയമം 73 ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്. 1993 ഏപ്രിൽ 24 മുനിസിപ്പാലിറ്റി നിയമം ഏതാണ്? 74 ഭേദഗതിയാണ് നിലവിൽ വന്നത്. 1993 ജൂൺ 1 കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതോ 1994 ഏപ്രിൽ 23 കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1994 മെയ് 30 അടുത്തത് 84 ഭേദഗതി നിയമം. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് 84 ഭേദഗതിയിലൂടെയാണ്. ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതിയിൽ തുടരാൻ വ്യവസ്ഥ ചെയ്തു. അടുത്തത് 86 ഭേദഗതി അല്ലേ? 86 ഭേദഗതി എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 21A പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി. ഇപ്പൊ 86 ഭേദഗതി നിയമം ഏതാണ്? ആർട്ടിക്കിൾ 21A പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളെ ആർട്ടിക്കിൾ 45 വിഷയം മാറ്റി. ആർട്ടിക്കിൾ 51A പ്രകാരം പുതിയ അടിസ്ഥാന കടമ കൂടി കൂട്ടിച്ചേർത്തു. അപ്പൊ 86 ഭേദഗതി ആർട്ടിക്കിൾ 21A പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി. ആർട്ടിക്കിൾ 51A പ്രകാരം മൗലിക കടമകളിൽ എന്ത് ചേർത്തു? ഒരു കടമ കൂടി കൂട്ടിച്ചേർത്തു. അതുപോലെ ആർട്ടിക്കിൾ 21 അത് നമ്മൾ പറഞ്ഞു. നിർദ്ദേശക തത്വങ്ങളുടെ ആർട്ടിക്കിൾ 45 വിഷയം മാറ്റി. ഈ ഭേദഗതി സമയത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാമും രാഷ്ട്രപതിയും അതുപോലെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയിയുമായിരുന്നു. അടുത്തതാണ് 89 ഭേദഗതി. എന്താണ് 89 ഭേദഗതി പറയുന്നത് എന്ന് പറഞ്ഞാൽ
മുൻകാല സംയോജിത ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ 2 വ്യത്യസ്ത ബോർഡുകളായി വിഭജിച്ചതാണ് ഇത് പറയുന്നത്. അതായത് പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ ആക്കി മാറ്റി. ആദ്യം പട്ടികജാതി പട്ടികവർഗം എന്ന് ഒന്നിച്ചിട്ടുണ്ടായിരുന്നതിന് ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ 338 പ്രകാരം ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആർട്ടിക്കിൾ 338A പ്രകാരവും മാറ്റി. അടുത്തതാണ് 91 ഭേദഗതി. 91 ഭേദഗതി 2003 അത് വന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ 15% കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളുടെയും, അതായത് നമ്മൾ സംസ്ഥാനത്തായാലും നമുക്ക് ഓരോ നേതാക്കന്മാർ പറയും ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര മന്ത്രികളായിക്കോട്ടെ, ചോദിക്കുന്നവർക്ക് മുഴുവൻ മന്ത്രിപദം നൽകാനൊന്നും കഴിയില്ല. അതിനൊരു എണ്ണം ഉണ്ട്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് അതോ സഭയുടെ 15% കൂടാൻ പാടില്ല. അതോ സഭയുടെ 15% എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല. ഏത് സഭയാണ്? ലോകസഭയാണ്. ലോകസഭ, അധോസഭ. ഓക്കെ, അധോസഭയുടെ എന്തിൽ കൂടാൻ പാടില്ല? 15% കൂടാൻ പാടില്ല. അതുപോലെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കപ്പെടുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പാർലമെന്റിലെ ഇരുസഭയിലും അംഗങ്ങൾ മന്ത്രിയായി നിയമിക്കപ്പെടാൻ അയോഗ്യരായിരിക്കും. അതെന്താണെന്ന് പറഞ്ഞാൽ കൂറുമാറ്റത്തിന്റെ പേരിൽ, നമുക്കറിയാം കൂറുമാറ്റ നിരോധന നിയമമായിട്ട് നമ്മൾ ഇപ്പോൾ ഭേദഗതി ബില്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വ്യക്തി ഇരുസഭയിലും ഏത് സഭയിലെ ആയാലും ആ അംഗങ്ങൾ എന്താവാൻ പാടില്ല? മന്ത്രിമാരായി നിയമിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ എന്താവും? മറ്റുള്ള പാർട്ടിയിലേക്ക് മന്ത്രിസ്ഥാനം കിട്ടും എന്ന് പറയുമ്പോൾ എല്ലാവരും കൂറുമാറാൻ സാധ്യതയുണ്ടല്ലോ. അതെല്ലാം ഒഴിവാക്കുക എന്നതാണ് ഈ 91 ഭേദഗതിയിലൂടെ പറയുന്നത്. എന്നാൽ സംസ്ഥാനങ്ങളുടെ, നമ്മൾ പറഞ്ഞു കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ, അതായത് ലോകസഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. എന്നാൽ 12 കുറയാനും പാടില്ല. ഓക്കെ, അടുത്തതാണ് 92 ഭേദഗതി. എന്താ പറയുന്നത്? വീണ്ടും 4 ഭാഷകൾ കൂടി 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ഭാഷകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ തന്നെ 3ഓളം ഭേദഗതികളുണ്ട്. അത് ഏതൊക്കെയാണെന്നും കൂടി ശ്രദ്ധിച്ചു വെക്കണേ. ബോഡോ, ദോഗ്രി, മൈഥിലി, സന്താളി എന്നീ ഭാഷകൾ കൂടി 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് 92 ഭേദഗതി പറയുന്നത്. 93 ഭേദഗതി എന്താണ്? സാമൂഹികവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നത് വ്യവസ്ഥ ചെയ്തതാണ്. അതിൽ പ്രൈവറ്റ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 93 ഭേദഗതി. 2005 94 ഭേദഗതി. 94 ഭേദഗതി എന്താ പറയുന്നത്? 2006 94 ഭേദഗതി വന്നത്. പുതുതായി രൂപീകരിക്കപ്പെട്ട ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ ട്രൈബൽ വെൽഫെയർ മന്ത്രിമാരെ നിയമിക്കുന്നത് വ്യവസ്ഥ ചെയ്തതാണ് 94 ഭേദഗതി. 95 ഭേദഗതി എപ്പോഴാണ് വന്നത്? 2009 ലോകസഭയിലും സംസ്ഥാന അസംബ്ലികളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം 2020 വരെയാക്കി ദീർഘിപ്പിച്ചതാണ്. 96 ഭേദഗതി 2011 96 ഭേദഗതി ഭരണഘടനയുടെ 1ാം പട്ടികയിൽ ഒറീസ എന്നതിന് പകരം ഒഡീഷ എന്നാക്കി മാറ്റി. ഒറീസ ഒഡീഷയാക്കി മാറ്റിയതാണ് 96 ഭേദഗതി. നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ കേവല ഭൂരിപക്ഷം മതി എന്ന് പറഞ്ഞു അല്ലെ, ഈ പേര് മാറ്റാൻ, സംസ്ഥാനങ്ങൾ കൊണ്ടുവരാനൊക്കെ. 8ാം പട്ടികയിൽ ഒറിയ എന്നതിന് പകരം ഒഡിയ എന്നാക്കി മാറ്റിയതും 96 ഭേദഗതിയാണ്. ഒറീസ ഒഡീഷയാക്കി, ഒറിയ ഒഡിയയാക്കി. ഇനി 97 ഭേദഗതി എന്താ പറയുന്നത്? 97 ഭേദഗതി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന തലക്കെട്ടോടുകൂടി ഭാഗം 9B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭാഗം 9B കൂട്ടിച്ചേർത്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 73 ഭേദഗതിയിലൂടെ എന്താണ് വന്നത്? പഞ്ചായത്ത് രാജും 74 മുനിസിപ്പാലിറ്റിയും വന്നു പറഞ്ഞു. ഈ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 9A ആണെന്ന് പറഞ്ഞു. 9 പഞ്ചായത്താണെന്ന് പറഞ്ഞു. അതുപോലെ 9Bയിൽ എന്താ ഇപ്പൊ വന്നത്? 9Bയിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നത്. ആർട്ടിക്കിൾ 41B കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 19 1C ഭേദഗതി ചെയ്തതൊക്കെ 97 ഭേദഗതിയിലൂടെയാണ്. അടുത്തതാണ് 98 ഭേദഗതി. 2012 98 ഭേദഗതി വരുന്നത്. കർണാടക സംസ്ഥാനത്തിന് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് കൂട്ടിച്ചേർത്തതാണ് ഈ 98 ഭേദഗതി എന്ന് പറയുന്നത്. ഹൈദരാബാദ് കർണാടക പ്രദേശത്തിന് വേണ്ടി
പ്രത്യേക വികസന ബോർഡ് രൂപീകരിക്കാൻ കർണാടക ഗവർണറെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ഇനി 99 ഭേദഗതി എന്താ പറയുന്നത്? 2014 ഡിസംബർ 31 നിലവിൽ വന്നതാണ് 99 ഭേദഗതി എന്ന് പറയുന്നത്. ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 99 ഭേദഗതി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷണർ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2015 ഒക്ടോബർ 16 ഭേദഗതി നിയമം സുപ്രീം കോടതി റദ്ദാക്കുകയുണ്ടായി. അപ്പോൾ ദേശീയ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 99 ഭേദഗതി നിലവിൽ വന്നത് 2014. എന്നാൽ ഈ നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞിട്ട് 2015 ഒക്ടോബർ 16 എന്ത് ചെയ്തു? സുപ്രീം കോടതി ആ ഭേദഗതി നിയമത്തെ റദ്ദാക്കി കളഞ്ഞു. 2014 ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ വന്നു. 2015 സുപ്രീം കോടതി ആ ഭേദഗതി നിയമം റദ്ദാക്കുകയുണ്ടായി. അടുത്തതാണ് 100ാം ഭേദഗതി. 100ാം ഭേദഗതി എന്താണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 100ാം ഭേദഗതി വന്നത്. കരാർ പ്രകാരം 51 ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയും ഇന്ത്യ 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയും ചെയ്തു. 1974 ഭൂപരിധി ഉടമ്പടിയും 2011 പ്രോട്ടോകോളും അനുസരിച്ച് ഇന്ത്യ ചില പ്രദേശങ്ങൾ ഏറ്റെടുക്കുന്നതിനും മറ്റു ചില പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുന്നതിനുമുള്ള തീരുമാനമാണിത്. അപ്പൊ എത്ര പ്രദേശം ഏറ്റെടുത്തു? 51 ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചു. പക്ഷെ ഇന്ത്യയുടെ 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയുണ്ടായി. ഇതിനായി ഈ ഭേദഗതി നിയമം ഭരണഘടനയിലെ 1ാം ഷെഡ്യൂളിലെ 4 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് സംസ്ഥാനം? ആസാം, പശ്ചിമ ബംഗാൾ, മേഘാലയ, ത്രിപുര ഇവരുമായി ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുകയുണ്ടായി. 101ാം ഭേദഗതി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ്. 2017 നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. GST ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GSTകളുടെ ആരംഭം ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? 101ാം ഭേദഗതി നിയമമാണ്. അപ്പൊ 101ാം ഭേദഗതി നിയമം വന്നത് 2017. GST വന്നത് 101ാം ഭേദഗതി ഏത് ഇയർ ആണ്? 2017 ആണ്. ഇതിലെന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ ചരക്കുകളുടെ അതായത് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ വിതരണത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പരോക്ഷ നികുതിയാണ് ഈ GST എന്ന് പറയുന്നത്. പരോക്ഷ നികുതിയാണ്. അപ്പൊ GST എന്ന് പറയുന്നത് എന്താണ്? പരോക്ഷ നികുതിയാണ്. ഇത് ഒരു സമഗ്രമായ മൾട്ടി സ്റ്റേറ്റ് ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നികുതിയാണ്. ചുരുക്കം ചില സംസ്ഥാന നികുതികൾ ഒഴികെ മിക്കവാറും എല്ലാ പരോക്ഷ നികുതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് എത്രാമത്തെ ഭേദഗതി ബില്ലായിട്ടാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്? 101ാം ഭേദഗതി നിയമമാണ്. എത്രാമത്തെ ഭേദഗതി ബില്ലാണെന്ന് ചോദിച്ചാൽ 122ാം ഭേദഗതി ബില്ലാണ്. 2016 ഓഗസ്റ്റ് 3 രാജ്യസഭ പാസാക്കി. 2016 ഓഗസ്റ്റ് 8 ലോകസഭ അംഗീകരിച്ചു. അതുപോലെ രാഷ്ട്രപതിയുടെ അനുവാദത്തിനായി സമർപ്പിച്ചു. 2016 സെപ്റ്റംബർ 8 രാഷ്ട്രപതിയുടെ അനുമതി കൂടി കിട്ടിയതോടെ എന്തായി? ഈ ഭേദഗതി നിയമമായ 2017 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നു. അപ്പോ 101ാം ഭേദഗതി പ്രകാരമുള്ള GST പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1. മൊത്തം GST എല്ലാ പരോക്ഷ നികുതിയും ചില നികുതികൾ ഒഴികെ ഒന്നിച്ച് ഒരു നികുതിക്ക് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെ വന്നതാണിത്. അടുത്തത് 102ാം ഭേദഗതി നിയമം എപ്പോഴാണ് വന്നത്? 2018 വന്നത്. ഇന്ത്യയിലെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയിട്ടുള്ളതാണ് 102ാം ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 342A പ്രകാരം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരെയാണ് പിന്നോക്ക വിഭാഗങ്ങളായി കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇന്ത്യയുടെ സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ പിന്നോക്ക വിഭാഗക്കാരുടെ കമ്മീഷന് ഭരണഘടനാ ഭേദഗതി നൽകുന്നു എന്ന് പറഞ്ഞു. ഈ ദേശീയ പിന്നോക്ക വിഭാഗം എന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഈ ആർട്ടിക്കിൾ 342A പ്രകാരം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരെയാണ് ഈ പിന്നോക്ക വിഭാഗക്കാരായി പറയുന്നത്. അടുത്തത് 103ാം ഭേദഗതി നിയമം. എന്താണ് 103ാം ഭേദഗതി നിയമം വന്നത്? പറയുന്നത് 2019 ഇത് നിലവിൽ വന്നത്.
അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി നിയമമാണ് 103-ാം ഭേദഗതി നിയമം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 16 ഭേദഗതി പൊതു തൊഴിൽ സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്ക് 10% സംവരണം അനുവദിച്ചു. ഇത് വന്നിട്ട് 2019 ജനുവരി 8 ലോകസഭയും അതുപോലെ ജനുവരി 9 രാജ്യസഭയും പാസാക്കി. അതുപോലെ 2014 ഇത് നിലവിൽ വന്നത്. അതുപോലെ 104-ാം ഭേദഗതി നിയമം എന്താ പറയുന്നത്? 2020 104-ാം ഭേദഗതി നിയമം വരുന്നത്. ഈ നിയമം ആരാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നിയമനീതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായ രവിശങ്കർ പ്രസാദ് ആണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആംഗ്ലോ ഇന്ത്യൻ സമുദായക്കാർക്കുണ്ടായിരുന്ന റിസർവേഷൻ എടുത്തു കളഞ്ഞത് ഈ 104-ാം ഭേദഗതിയാണ്. അപ്പൊ ആംഗ്ലോ ഇന്ത്യക്കാരുടെ റിസർവേഷൻ എടുത്തു കളഞ്ഞത് ഏതാണ്? 104-ാം ഭേദഗതിയിലൂടെയാണ്. 104-ാം ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(4), ആർട്ടിക്കിൾ 16(4) എന്നിവ SC/ST വിഭാഗങ്ങളിലെ അംഗങ്ങൾക്ക് സർക്കാർ സേവനങ്ങളിൽ സീറ്റുകൾ സംവരണം ചെയ്യാൻ ഫെഡറൽ ഗവൺമെന്റിനെയും സംസ്ഥാന സർക്കാരിനെയും അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും കൂടിയാണ് ഈ 104-ാം ഭേദഗതി എന്ന് പറയുന്നത്. അടുത്തത് 105-ാം ഭേദഗതി നിയമം. 2021 105-ാം ഭേദഗതി നിയമം വന്നത്. ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് എവിടെ ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ 104-ാം ഭേദഗതി നിയമം ലോകസഭയിൽ അവതരിപ്പിച്ചത് നിയമനീതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി രവിശങ്കർ ആണെന്ന് പറഞ്ഞു. അതുപോലെ 105-ാം ഭേദഗതി നിയമം ലോകസഭയിൽ അവതരിപ്പിച്ചത് വന്നിട്ട് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രിയായ ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. ഭരണഘടനാ നിയമം 2021 ഓഗസ്റ്റ് 15 പ്രാബല്യത്തിൽ വരികയുണ്ടായി. ഈ 105-ാം ഭേദഗതി നിയമം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ തിരിച്ചറിയാനുള്ള സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അധികാരം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് 105-ാം ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ എന്ന് പറയുന്നത്. കുറേ ഭാഗങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ തരുന്നതും അതുപോലെ ബോറടിപ്പിക്കുന്നതുമായ ഭാഗങ്ങളാണ്. പക്ഷെ നമുക്ക് ഇത് എക്സാമിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തത് എന്നാൽ ഒരുവിധം ബോറടിപ്പിക്കുന്നതുമായ ചാപ്റ്ററാണ് ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഭേദഗതികളോ നോക്കണം. 42, 44, അതുപോലെ തന്നെ 101-ാം ഭേദഗതി, 86-ാം ഭേദഗതി, 52-ാം ഭേദഗതി, 52-ാം ഭേദഗതി, 73-ാമത്തെ ഭേദഗതി എന്നിവയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇത് 73, 74 ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. അങ്ങനെയുള്ള കുറച്ച് ഭേദഗതികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുകയും വേണം. കുറേ ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ടാണ് ഈ ഭാഗത്തിന് ഇത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. സ്വത്ത് സമ്പാദിക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇത് ഇതിനു മുമ്പ് 10th പ്രിലിമിനറിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഭേദഗതി 44-ാം ഭേദഗതിയാണ്. നമുക്കറിയാം ഇത് ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ഭേദഗതി ബില്ല് വന്നതെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? ഭാഷാടിസ്ഥാനത്തിൽ 15 സ്റ്റേറ്റ് ആണ് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ എത്രയാണ് വരുന്നത്? 7-ാം ഭേദഗതിയാണ്. 7-ാം ഭേദഗതിയാണ് എന്ത് കൊണ്ടുവന്നത്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന 1956 ഇത്രയും സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് എന്നറിയാലോ. ഇത് 15 സംസ്ഥാനങ്ങൾ. അതുപോലെ പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത് എപ്പോഴാണ്? ഇതും ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഭേദഗതിയിലൂടെ മാത്രമേ സ്റ്റേറ്റും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ നിലവിൽ വരാവൂ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിന്റെ ഭാഗമായിട്ടാണ് ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വന്നത്. ഏതാണ്? ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വന്നത്. ഇത് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ഓക്കെ, അടുത്തത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 357, ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത്.
ഇതെല്ലാം ഭരണഘടനാ ഭേദഗതികളായിട്ട് നേരിട്ടോ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് ഭേദഗതിയാണ്? 101 ഭേദഗതി മുഖേനയാണ്. ഏത് ഡേറ്റിലാണ് അത് വന്നത്? 2017 ജൂലൈ 1 വന്നത്. ഭരണഘടനയുടെ 61 ഭേദഗതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി കുറച്ചു. 21 നിന്ന് വോട്ട് ചെയ്യാനുള്ള പ്രായം 18 ആക്കി കുറച്ചതുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 61 ഭേദഗതി എന്ന് പറയുന്നത്. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44 ഭേദഗതിയാണ്. 44 ഭേദഗതി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 42 ഭേദഗതി. 42 ഭേദഗതി എന്നാ വന്നത്? 1976 42 ഭേദഗതി വന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇതില് നമ്മൾ പറഞ്ഞ മൗലിക കടമകൾ അതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. നമ്മുടെ കടമകൾ നമ്മൾ സ്വയം ചെയ്യണം. സ്വയം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാ ഉള്ളത്? ഇത് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർലമെന്റിന്. ഈ പാർലമെന്റിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ? ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് ആണ്. ഇവർ 3 പേരും കൂടിയാണ് ഈ 2 സഭയിലും പാസ്സാക്കിയതിനു ശേഷം പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് ഈ ഭേദഗതി നിലവിൽ വരുന്നത്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 42 ഭേദഗതിയിലൂടെയാണ്. 42 ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് എവിടെ ചേർത്തത്? ആമുഖത്തിൽ ചേർത്തത്. ഇതിന് 42 ഭേദഗതി എന്തെന്നാണ് നമ്മൾ പറയുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ പദങ്ങളാണ് 42 ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. 2003 89 ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പഞ്ചായത്ത് ഭരണ സംവിധാനം, ഓപ്ഷൻ ബി പട്ടികവർഗക്കാർക്ക് വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു, ഓപ്ഷൻ സി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി, ഓപ്ഷൻ ഡി കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം എപ്പോഴാണ് വരുന്നത്? 52 കൂറുമാറ്റ നിരോധന നിയമം വരുന്നത്. അപ്പൊ നമുക്കറിയാം അതെല്ലാന്നറിയാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 89 ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്താണ്? പട്ടികവർഗക്കാർക്ക് വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചതാണ്. പട്ടികവർഗക്കാർക്ക് വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചതാണ് ഈ 89 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. 89 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അതായത് പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 338 പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ കമ്മീഷനായിട്ട് ആർട്ടിക്കിൾ 338A നിലവിൽ വന്നു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന അതുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 86 ഭേദഗതിയിലൂടെയാണ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത്. ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്ന് പറഞ്ഞു. ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 368 368 ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ 20 ആർക്കാണ് അധികാരമുള്ളത് എന്ന് ചോദിച്ചാൽ പാർലമെന്റിനാണ്. അതുപോലെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത് ആരാണ്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. ആരുടെ കാലത്താണ്? രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. അതിനെക്കുറിച്ച് ഈ പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത്. ഈ വോട്ടിംഗ് പ്രായം നമ്മൾ 18 വയസ്സായി കുറച്ച ഭേദഗതി എന്ന് പറയുന്നത് 61 ഭേദഗതിയാണ്. 61 ഭേദഗതിയാണ്. അതുപോലെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 73. മുനിസിപ്പാലിറ്റി വരുമ്പോൾ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏതാണെന്നാണ് പറഞ്ഞത്? 74 മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞു. അതുപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ് വരുന്നത്? 97 ഭേദഗതിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്.
അത്യാവശ്യം വലിയ ക്ലാസ് തന്നെയായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സുമായി വരുന്നവരെ ബൈ.